ഹലോ ദർ, അനൂഷ്. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. പക്ഷേ അതൊരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പുള്ളി പറയുവാണ്, നമ്മൾ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതിൻ്റെയാണ് അതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് എ വാലിഡ് ക്വസ്റ്റ്യൻ. മിക്കവർക്കും നമുക്ക് ആർക്കും അറിയത്തില്ല എന്തിനാണിത് പഠിച്ചത്. ഈവൻ ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. കാര്യം എന്ന് വെച്ചാൽ മെയിൻ തിങ് ഈസ്, ഡു ഓൾ ഓഫ് us നീഡ് ദാറ്റ്? നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആൻഡ് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് വൺ പ്രോബ്ലം ദാറ്റ് വി ഫേസ് ഇൻ എ ഡേ ടു ഡേ ബേസിസ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കുറേ ഉണ്ട്, പക്ഷേ ഐ വോണ്ട് ടു എംഫസൈസ് ഓൺ വൺ പെർട്ടിക്കുലർ തിങ്. ഓക്കെ, സോ ഈ മാത്സ് എന്ന് പറയാൻ നേരം നമ്മൾ ഒരുപാട് മുൻവിധികളോടെ പ്രജുഡൈസസ് ഓടെ കാണുന്നൊരു സാധനമാണ് മാത്സ് പഠിപ്പിക്കുന്ന കണക്ക് ഭാഷ എന്ന് പറയുന്ന ഒരാളുടെ പേടി സ്വപ്നമായിരിക്കും. എനിക്കും അത്യാവശ്യം പേടിയായിരുന്നു ഞങ്ങളുടെ മാത്സ് പഠിപ്പിക്കുന്ന സാറിന്. പുള്ളിക്കാരൻ തല്ലിയാണ് ആൾക്കാരെ കൊണ്ട് ആൻസർ പറയിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് റിയലി മാറ്റേഴ്സ്. ഓക്കെ, അത് ചീത്താണെന്നല്ല പറഞ്ഞത്. എനിക്കൊക്കെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആൻസർ അറിയാമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ എനിക്ക് 2 തല്ലിടണമായിരുന്നു. ആൻഡ് ഹീ ന്യൂ ദാറ്റ്. ഫ്രണ്ട് ബെഞ്ചിൽ പിടിച്ചിങ്ങനെ എടുത്തും. ആൻഡ് ഹി ഓൾവേസ് ഗോട്ട് ദ ആൻസർ. ഐ വാസ് ക്വൈറ്റ് ഗുഡ് അറ്റ് മാത്ത് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഇത് പഠിക്കും, മാത്സ് ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മളാരും ചോദിച്ചിട്ടില്ല. അവർക്കറിയാം, അവർ പറഞ്ഞിട്ടുമുണ്ട്. ബട്ട് ഒരു വട്ടം ഒരു കാര്യം കേട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവുമോ? എൻ്റെ മാത്സിൻ്റെ പരീക്ഷ എന്ന് പറയുന്ന നേരത്തെ ഏകദേശം ആ കോവിഡ് ടൈമിൽ കുറച്ച് പ്രൊലോങ് ആയി പോയായിരുന്നു, ഏകദേശം 2 മാസം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റഗ്രേഷൻ നോക്കിയപ്പോൾ അതെന്ത് തേങ്ങയാണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താ വിഷയം? നമുക്കൊരു ക്യൂരിയോസിറ്റി ഇല്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് എന്താ തേങ്ങയാണ് കാണിക്കണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എങ്ങനെയെങ്കിലുമാണ് ഞാൻ മാത്സിന് പാസ് ആയത്. ഫസ്റ്റ് ഇയറിന് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആ ഒരു കോവിഡായപ്പോൾ എല്ലാം വൈപ്പ് ഔട്ടായിപ്പോൾ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മെഷീൻ ലേണിങ്ങിലേക്ക് കയറിയത്. മെഷീൻ ലേണിങ്ങിൽ കയറി കഴിഞ്ഞാൽ അതിലൊരു ബേസിക് കോൺസെപ്റ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ ഇതിൽ നമ്മുടെ മോഡൽ പ്രെഡിക്ഷൻ ഉണ്ടാക്കും. ആ ഒരു പ്രെഡിക്ഷനിൽ നിന്ന് നമ്മുടെ മോഡൽ എത്ര റോങ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ആ റോങ്നെസ് അതിന് പറയുന്ന ഒരു ലോസ് ഫങ്ഷൻ എന്നാണ്. ആ ലോസ് സ്കോറിൽ നിന്നാണ് നമ്മൾ എന്തോരം ഈ മോഡൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ്, ഓരോ വേരിയബിളും നമ്മുടെ ഈ ഫംഗ്ഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെറിവേറ്റീവ്. ബേസിക്കലി ദാറ്റ്സ് ദ തിങ്. ഡെറിവേഷൻ എന്ന് പറയുന്ന നേരത്ത് ചേഞ്ച് ഇൻ എ പർട്ടിക്കുലർ തിങ് വിത്ത് എ വേരിയബിൾ. ഒരു വേരിയബിൾ എങ്ങനെ ചേഞ്ച് ആകുന്നു, ഏത് റേറ്റിൽ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫോർ ഇൻസ്റ്റൻസ് എക്സ് എടുക്കുക, ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2, 4, 3, 9, 4, 16 അങ്ങനെ പോകുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന നേരത്ത് nx⁻n−1 നമ്മൾ പഠിച്ചായിരിക്കും. ബേസിക്കലി 2x. അതാണ് അവിടുത്തെ ഡെറിവേറ്റീവ്. അങ്ങനെയാണ് ആ വാല്യൂ ചേഞ്ച് ആവുന്നത്. ഓരോ വാല്യൂ വരാൻ നേരത്ത് ആ റേറ്റിൽ ചേഞ്ച് ആവും. ബേസിക്കലി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ക്യൂബ് ആക്കാൻ നേരത്ത് 2x⁻n−1 2x². ബേസിക്കലി ഈ സാധനമാണ് നമ്മൾ ഇത്രയും. അത് നമുക്ക് ആദ്യം കേൾക്കാൻ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് വരാൻ നേരം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ നേരത്ത് മനസ്സിലാവും. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ കാര്യം ഇതെല്ലാവർക്കും പഠിക്കേണ്ട കാര്യമുണ്ട്. ഞാനിപ്പോൾ പർട്ടിക്കുലർലി മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് പഠിക്കേണ്ടി വന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് മെഷീൻ ലേണിംഗ്. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്ന സാധനം അറിയണമെങ്കിൽ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. പക്ഷേ അതെല്ലാവർക്കും ആവശ്യമുണ്ടോ? നമ്മുടെ ഇവിടെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഇപ്പോൾ പോളിയിലൊക്കെ പോയിട്ടുണ്ട്. ഡു ഓൾ ഓഫ് us നീഡ് ദാറ്റ്? നോ. ബേസിക് പ്രോഗ്രാമിംഗ് ചെയ്യണവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് 10th സ്റ്റാൻഡേർഡ് പോലെ ഒരു ബേസിക് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കുന്നത്? ഡു ഓൾ ഓഫ് us നീഡ് ടു ബി ദാറ്റ് ഗുഡ്? ലൈക്ക് ട്രിഗണോമെട്രി എന്ന് പറയുന്ന സാധനം 10th വരെ വെക്കേണ്ട കാര്യമില്ല. 10th എന്ന് പറയുന്ന നേരത്ത് എല്ലാവരും പഠിക്കേണ്ട സാധനമാണ് 10th വരെ. അത് കഴിയാൻ നേരത്ത് വേണമെങ്കിൽ സയൻസ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ പോകാം. പക്ഷേ ഈ ഒരു സാധനം എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ബിക്കോസ് ഐ തിങ്ക് ബിഫോർ ദാറ്റ് ഇറ്റ് സെൽഫ് വി ക്യാൻ ജഡ്ജ് ദ പേഴ്സൺ വെദർ ഹി ഈസ് ഏബിൾ ടു ഡു മാത്ത് ഓർ നോട്ട് ബേസ്ഡ് ഓൺ ഹിസ് എബിലിറ്റീസ്. ആ ഒരു ഫേസിൽ പലരും വിചാരിക്കും ഇത് നടക്കാത്ത കാര്യമാണെന്ന്, മാത്സ് നടക്കത്തില്ലെന്നൊക്കെ വിചാരിക്കും. ഇറ്റ്സ് ജസ്റ്റ് യുവർ തിങ്കിങ് മാൻ. കാര്യം വെച്ചാൽ ഇതത്രയ്ക്ക് ബുദ്ധിമുട്ടായുള്ള സാധനമൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞ ഡെറിവേഷൻ എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. മാത്സ് ഇസ് ലൈക്ക് ദ സിംപ്ലസ്റ്റ് സബ്ജക്റ്റ് ഔട്ട് ദെയർ. ഇറ്റ് ഈസ് ബെസ്റ്റായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബേസിക് റീസണിങ് മാത്സ്. അത് ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. ഇനി വരുന്ന കാലത്ത്
മാത്തമാറ്റിക്സ്, സയൻസ്, എൻജിനീയേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഐ നോ ഇറ്റ് ഫോർ എ ഫാക്ട് ബിക്കോസ് ഐ ബിൽഡ് AI മോഡൽസ്. ആ ഒരു സാധനം വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, മാത്ത് അറ്റ് മോസ്റ്റ്, ആൻഡ് ഐ റിയലി എംഫസൈസ് ദിസ് പോയിന്റ്, മാത്സ് അറിയാവുന്ന ആൾക്കാർ, ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ക്രിയേറ്റ് ന്യൂ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ദാറ്റ് വി ഫേസ്, അവരെ വെട്ടിക്കാൻ വേറൊരു ജോബിന് കഴിയത്തില്ല. വേറെ എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ പറ്റും, ബട്ട് മാത്സ് പറ്റത്തില്ല. നിങ്ങൾ എന്ത് ജോബ് വേണമെങ്കിലും ചെയ്തോളൂ, ഇറ്റ് ക്യാൻ ബി റീപ്ലേസബിൾ, ബട്ട് ഗിവ് എ ഹാർഡ് ഇനഫ് ക്വസ്റ്റ്യൻ ടു എ ML മോഡൽ. കാര്യം വെച്ചാൽ ML മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സിസ്റ്റിംഗ് ആയിട്ട് ആരെങ്കിലും അങ്ങനത്തെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കാൻ പറ്റും, ബട്ട് ഇറ്റ് കാൺട്ട് കം അപ്പ് വിത്ത് ന്യൂ സൊല്യൂഷൻസ്, ന്യൂ പാറ്റേൺസ്. ഉള്ള പാറ്റേണിൽ കൂടെ തന്നെ പോകാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ് നീഡ്സ് എ ചീറ്റ് കോഡ്. അതിന് ചീറ്റ് കോഡ് വേണം, അല്ലാതെ പുതിയൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതിന്. അറ്റ്ലീസ്റ്റ് അറ്റ് ദിസ് പോയിന്റ് AGI ഒന്നും വന്നിട്ടില്ലെങ്കിൽ, AGI no one even knows what it is going to be capable of. സോ നമ്മളെല്ലാവരും പഠിക്കണമായിരുന്നു. വൺ തിങ് ഈസ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു കരിയർ ഗൈഡൻസ്, എന്തിലേക്കൊക്കെ പോകണം, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരാളുടെ ടാലൻറ്റ് വെച്ചിട്ട് ഒരാളെ മെഷർ ചെയ്യാനുള്ള സാധനമില്ല. +2 കഴിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ചെയ്താൽ, പക്ഷേ ഓരോ ആളുടെയും ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഇവിടെ ഇല്ല. ടീച്ചേഴ്സാണോ? നോ. പാരൻസ്? ഓ ഫക്ക് നോ. ഫ്രണ്ട്സ് എന്ന് പറയാൻ നേരത്ത് നോ വേ, റൈറ്റ്. ഫ്രണ്ട്സ് എന്ന് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചർ അങ്ങനെ പോകും. യു ക്യാൻ ബി വിത്ത് എ കൈൻഡ് ഓഫ് ഫ്രണ്ട്സ് ദാറ്റ് യു വോണ്ട് ടു. ഞാൻ പൈലറ്റ് ആണോ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഞാൻ പെയിൻറ്റ് പണിക്ക് പോയാൽ അവരെ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് ഞാൻ മാറി ആഫ്റ്റർ മൈ +2. ദാറ്റ് ഇസ് എ amount of change that your friends can bring on you. So that's the thing. നമുക്ക് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു ചൈൽഡ് ഒരു 5th സ്റ്റാൻഡേർഡൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം ആ ഒരു കുട്ടിയുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അറ്റ്ലീസ്റ്റ് 7th സ്റ്റാൻഡേർഡിലെങ്കിലും നമുക്കൊരു കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ട്രജക്ടറി കാണിച്ചു കൊടുക്കാൻ പറ്റണം. നല്ലൊരു ഇവാലുവേഷൻ നടക്കണം. അത് ചില ഈ ടീച്ചേഴ്സ് ഇരുന്ന് ചെയ്താൽ പോരാ. someone who knows how to handle stuff, someone who understands students. Like ചിലർക്ക് മാത്സ് ചെയ്യാനുള്ള ലോജിക്ക് ഉണ്ടാവും, പക്ഷേ ചെയ്യത്തില്ല, മടിയായിരിക്കും. ഞാനൊരു മടിയായിരുന്നു. a lot of my friends were also മടിയൻസ്. അതിൽ ചെയ്യാൻ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കൊരു തന്നെ അറിയാം, അവന് നല്ല തലയാണ്, മാത്സ് ചെയ്യാൻ അറിയാം, പക്ഷെ അവൻ മാത്സ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഡെറിവേഷനിലെ കുറേ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ. ബട്ട് he can do that, I know. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ് ഇമ്പാക്റ്റ് ചെയ്യുന്നു. കാര്യം വെച്ചാൽ അവനെ ഇമ്പാക്റ്റ് ചെയ്ത കൂടുതൽ ഫ്രണ്ട്സാണ്. കറക്റ്റ് ഒരു കരിയർ പാത്ത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റണം ഒരുത്തൻ്റെ റീസണിങ് അനുസരിച്ച്. അതൊരു ദിവസം കൊണ്ടൊന്നും എടുക്കാൻ പറഞ്ഞ ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലെ സാധനമല്ല. someone needs to actually understand that, be a teacher of some kind. ഇപ്പോൾ ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന പേ അറിയാമല്ലോ. ടീച്ചേഴ്സ് എന്ന് പറയാൻ നേരത്തെ നേരെ വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഈ പണി ചെയ്തിട്ട് പോകണം. സംതിങ് നീഡ്സ് ടു ബി ഡൺ അബൌട്ട് ദാറ്റ്. think that is a huge thing. Like it about 7th സ്റ്റാൻഡേർഡ് നമുക്ക് എക്സ്പോഷർ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളത്. പാരൻസ് ഈ ഫോൺ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് പിള്ളേർക്ക് ഒരു കമ്പ്യൂട്ടർ ഒരു 5th സ്റ്റാൻഡേർഡിലാവുമ്പോഴെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇവൻച്വലി ഹി വിൽ ലേൺ ഹൗ ടു റിപ്പയർ ഇറ്റ്, ഹൗ ടു വർക്ക് വിത്ത് ഇറ്റ്, ഹൗ ടു ആക്ച്വലി ക്രാക്ക് സംതിങ്. ഇതൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊന്നും കാണണ്ട, അതിൽ കയറിയിട്ട് ഇല്ലീഗലായിട്ട് വല്ലതും കാണിക്കുമെന്ന്. ഹി വിൽ ലേൺ ഇഫ് ഹി ഡസ് സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, just wanted to say that. Nothing else, nothing more. That's it. That's me, and see you guys next time.